യുഎഇയിൽ ബലിപെരുന്നാൾ അവധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്കും യുഎഇയിലെ ഫെഡറൽ ജീവനക്കാർക്കും സ്കൂളുകൾക്കും ഇത്തവണ നീണ്ടൊരു അവധിയാണ് ലഭിക്കുന്നത്. അവധി പ്രഖ്യാപിച്ചതോടെ ദുബായ് നഗരം പെരുന്നാൾ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ വിമാന ടിക്കറ്റ് നിരക്കുകൾ തലവേദനയാക്കും. ദുബായ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് യുഎഇയിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ പുറത്തുവന്ന ഈ വാർത്ത എല്ലാവർക്കും വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ഈ വർഷത്തെ ബലിപെരുന്നാൾ പ്രമാണിച്ച് ദുബായിൽ 5 ദിവസത്തെ പൊതുവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഫ ദിനവും പെരുന്നാൾ ദിനങ്ങളും വാരാന്ത്യ അവധിയും ചേരുന്നതോടെയാണ് പ്രവാസികൾക്ക് നീണ്ടൊരു ഇടവേള ലഭിക്കുന്നത്. ദുബായിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഈ അവധി ഒരുപോലെ ബാധകമായിരിക്കും ും സർക്കാർ അറിയിക്കുന്നുണ്ട്. അവധി പ്രഖ്യാപിച്ചതോടെ ദുബായ് നഗരം പെരുന്നാൾ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക പരിപാടികളുമുണ്ട്. രാത്രികാലങ്ങളിൽ ബുർജ് ഖലീഫയ്ക്ക് സമീപവും ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലും വമ്പിച്ച വെടിക്കെട്ടുകളും നടക്കുന്നുണ്ട്. മാത്രമല്ല, നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അവസരമാണ്. എന്നാൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഈ സമയത്ത് കുത്തനെ ഉയരുമ്പോൾ അത് വലിയ തലവേദന തന്നെയാണ് യാത്രക്കാർക്ക് സൃഷ്ടിക്കുക. എന്നാൽ മുൻകൂർ ബുക്ക് ചെയ്യുന്നത് വലിയ ലാഭകരമാകുമെന്നും വിവിധ കമ്പനികൾ പറയുന്നു. യുഎഇക്കുള്ളിൽ തന്നെ യാത്ര ചെയ്യുന്നവർ റോഡുകളിലെ തിരക്ക് കണക്കിലെടുത്ത് യാത്രകൾ പ്ലാൻ ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. വിവിധ എമിറേറ്റുകളിലെ സർക്കാർ ജീവനക്കാർക്കും യുഎഇയിലെ ഫെഡറൽ ജീവനക്കാർക്കും സ്കൂളുകൾക്കും ഇത്തവണ നീണ്ടൊരു അവധി തന്നെയാണ് ലഭിക്കുന്നത്. ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ച് ദുൽഹിജ്ജയുടെ 10ാം ദിവസമാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിനാൽ തന്നെ മെയ് 17 ഞായറാഴ്ച ദുൽഹിജ്ജ മാസപ്പിറവി കാണും. ഇതനുസരിച്ച് ദുൽഹിജ്ജ 1-ാം തീയതി മെയ് 18 തിങ്കളാഴ്ചയായിരിക്കാനാണ് സാധ്യത. അറഫ ദിനം മെയ് 26 ചൊവ്വാഴ്ചയും ഈദ് അൽ അദ്ഹ മെയ് 27 ബുധനാഴ്ചയുമായിരിക്കും. അതേസമയം യുഎഇയിലെ ഫെഡറൽ ഗവൺമെന്റിന്റെ ജീവനക്കാർക്കും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മെയ് 25 തിങ്കളാഴ്ച മുതൽ മെയ് 29 വെള്ളിയാഴ്ച വരെ 5 ദിവസത്തെ ശമ്പളത്തോടുകൂടിയ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അവധിക്ക് ശേഷം ജൂൺ 1 തിങ്കളാഴ്ച മുതൽ വീണ്ടും എല്ലാം പുനരാരംഭിക്കും. ഇത് യുഎഇയിലെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ കിട്ടുന്ന സമയം കൂടിയാണ്. അതേസമയം ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്കും ഇത്തവണ ലഭിക്കുന്നത് ഒരു വലിയ അവധി തന്നെയാണ്. മെയ് 25 തിങ്കളാഴ്ച മുതൽ മെയ് 29 വെള്ളിയാഴ്ച വരെയാണ് ഷാർജ മാനവ വിഭവശേഷി വകുപ്പിന്റെ പ്രഖ്യാപനമനുസരിച്ച് സർക്കാർ വകുപ്പുകൾക്കും അതോറിറ്റികൾക്കും അവധി ലഭിക്കുക. അതുപോലെ യുഎഇയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സന്തോഷ വാർത്തയുണ്ട്. ഈദ് അൽ അദ്ഹയോട് അനുബന്ധിച്ച 3ാം അക്കാദമിക് ടേമിനുള്ള മധ്യവേനൽ അവധി മെയ് 25 മുതൽ മെയ് 29 വരെയായിരിക്കും. കൂടാതെ ദുബായിലെയും ഷാർജയിലെയും സ്വകാര്യ സ്കൂളുകൾക്കും ഇതേ രീതിയിൽ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.